തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി വിജയ് മെയ് 7 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മന്ത്രിമാരെ തീരുമാനിക്കാൻ വിജയും നേതാക്കളുമായി ചർച്ച നടക്കുകയാണ്. അതേസമയം കോൺഗ്രസിനെ കൂടെ കൂട്ടിയേക്കും. KC വേണുഗോപാലിനും TVK കത്ത് നൽകി. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ മുഖ്യമന്ത്രിയായി വിജയ് മെയ് 7 സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നൊരു വിവരമൊക്കെയാണ് ലഭിക്കുന്നത്. മന്ത്രിമാരെ തീരുമാനിക്കാനൊക്കെ വിജയ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വേണുഗോപാലിനും KC വേണുഗോപാലിനും TVK കത്ത് നൽകിയതായിട്ടൊരു വിവരമൊക്കെ ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ മെയ് 7 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മന്ത്രിമാരെ തീരുമാനിക്കാൻ നിലവിൽ വിജയും നേതാക്കളുമായി ചർച്ച നടക്കുകയാണ്. അതേസമയം കോൺഗ്രസിനെ കൂടെ കൂട്ടിയേക്കും. അതിനായി KC വേണുഗോപാലിന് TVK കത്ത് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മന്ത്രിമാരെയും മറ്റും തീരുമാനിക്കാൻ വിജയ് ചെന്നൈ പട്ടിനംപാക്കത്തെ ഓഫീസിലാണ് നിലവിൽ ചർച്ച നടത്തുന്നത്. നേരത്തെ നിയമസഭാ കക്ഷി നേതാവായി വിജയിയെ തെരഞ്ഞെടുത്തിരുന്നു. നാളെ ഗവർണറെ കണ്ടേക്കുമെന്നാണ് വിവരം. അതിനായി വിവരം തേടിയിട്ടുണ്ട്. ഇനി 10 സീറ്റുകളാണ് നിലവിൽ 108 സീറ്റുകളുള്ള TVKക്ക് ഇനി 10 സീറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. നിലവിൽ DMKയ്ക്കൊപ്പമുള്ള കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച നടത്തുമെന്നാണ് നമ്മൾക്ക് ലഭ്യമാവുന്ന വിവരം. ഇത്തരത്തിൽ TVKക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യം ചർച്ചയ്ക്കെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ, അതായത് KC വേണുഗോപാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും മെയ് 7 വിജയ് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന വിവരങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. എന്തായാലും മന്ത്രിമാരെ തീരുമാനിക്കാനൊക്കെ വിജയും നേതാക്കളുമായിട്ടൊക്കെ ചർച്ചയൊക്കെ നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിഷ്ണുവാണ്. കിഫ്ബി CEO സ്ഥാനമൊഴിഞ്ഞ് KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. നിലവിൽ അഡീഷണൽ CEO മിനി ആന്റണിക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് KM എബ്രഹാമിന്റെ രാജി. പദവിയിലിരുന്ന സമയത്ത് നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും KM എബ്രഹാമിനെതിരെ ഉണ്ടായിട്ടുണ്ട്. KM എബ്രഹാം മന്ത്രിസഭയിലെ രണ്ടാമനെന്ന പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥൻ B അശോക് വിമർശിച്ചിരുന്നു. കിഫ്ബിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച UDF അധികാരത്തിൽ വരുമ്പോൾ കിഫ്ബിയുടെ ഭാവി വരുന്ന 5 വർഷം എന്താകുമെന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കവെയാണ് KM എബ്രഹാം രാജിവെച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ CEO ആയിട്ടുള്ള KM എബ്രഹാം രാജിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ അഡീഷണൽ CEO മിനി ആന്റണിക്കാണ് പകരം ചുമതല നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെയാണിപ്പോൾ എബ്രഹാം ഇത്തരത്തിലൊരു രാജിക്കത്തുമായി മുന്നോട്ട് പോകുന്നത്. പദവിയിൽ ഇരുന്ന സമയത്ത് ധാരാളം വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ KM എബ്രഹാമിനെതിരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KM എബ്രഹാം മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന പോലെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള B അശോകനും വിമർശിച്ചിരുന്നു. എന്തായാലും കിഫ്ബിക്കെതിരെ വലിയൊരു വിമർശനം ഉന്നയിച്ച UDF അധികാരത്തിൽ വരുമ്പോൾ കിഫ്ബിയുടെ ഭാവി വരുന്ന 5 വർഷം എന്താകുമെന്നൊരു ഇതിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു രാജിക്കത്തുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്തായാലും KM എബ്രഹാമാണ് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും കിഫ്ബിയുടെ CEO സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് KM എബ്രഹാം. മുഖ്യമന്ത്രിക്ക് രാജിക്കത്തും കൈമാറിയിട്ടുണ്ട്.